കത്തിയ കൂടിയുള്ള സ്ഥലത്തൊക്കെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയിരിക്കത്തില്ലേ? സ്കൂട്ടറെ വരുമ്പോൾ ഭർത്താവ് വേറെ വണ്ടി വന്നിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് മുടിയൊക്കെ അത് മുട്ട അടിച്ച ആൾ. അതേപോലെ കണ്ണിൻ്റെ ഭാവവും ഈ ചുണ്ടിൻ്റെ ഭാവം മാത്രം ഇങ്ങനെ കഴിയാതെ ബാക്കിയെല്ലാം കയ്യിലെ മറ്റേ സ്വർണം ചെയിനുണ്ടല്ലോ. മോർച്ചറിയുടെ വരാന്തിൽ അഴുക്ക് ചാനൽ അന്നും ഒരു ചെറിയ മഴയുണ്ട്. ആ തിണ്ണയൊക്കെ വളരെ പഞ്ഞിയും മറ്റേ ഇതിൻ്റെ ഈ മോർച്ചറിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ വേറെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന അവിടെ ഒന്നും നോക്കാതെ അവിടെ ഇരുന്ന് ആർത്തിയോട് ആ ഭക്ഷണം കഴിക്കുന്ന സീൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. പഠിക്കേണ്ട സമയത്താണ് അവിടെ ജീവി കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്ന് വഴക്കിട്ട് പുള്ളിക്കാരൻ ആ സൈക്കിൾ എടുത്തിട്ട് പോയി കടയിൽ നിന്ന് 2 പൊറോട്ടയും ഇറച്ചിയും മേടിച്ച് കൊണ്ടുവന്നു. പാല് തട്ടിയിട്ട് വായ തുറക്കുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കണ വെച്ച് ചവിട്ടി പിടിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഷാളയിൽ തൂങ്ങി ഭയങ്കര. ഈ കുട്ടികൾ ഹാങ് ചെയ്ത് മരിക്കുന്ന ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഹാങ് ചെയ്ത് മരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷം ഒരു വ്യത്യസ്തമായിരിക്കും. അങ്ങനത്തെ ഏതെങ്കിലും മനസ്സിൽ നിന്ന് പോവാത്ത എന്തെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു 10-15 വർഷത്തിന് മുമ്പുള്ള കാര്യം ചേർത്തൽ തന്നെ ഈ വാർനാട് ദേവീക്ഷേത്രം അതിന് പറ്റുള്ള ഒരു വീട്ടിൽ സംഭവിച്ച ഒരു കാര്യം. അത് സാധാരണ പാവപ്പെട്ട ഒരു കുടുംബം, അച്ഛനും അമ്മയും 2 മക്കളും. അച്ഛൻ കൂലിപ്പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മകനിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കണം. TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ റിമോട്ട് മേടിച്ച് മാറ്റിയിട്ട് പഠിക്കേണ്ട സമയത്താണ് അവിടെ TV കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്ന് വഴക്കിട്ട് മകൻ ചെന്ന് പെരടകത്ത് മുറിയിൽ കുറ്റിയിട്ട് അകത്തിരുന്നു. അമ്മ ഭർത്താവിനോട് പറഞ്ഞ് ചേട്ടൻ എന്നാ പരിപാടിയാണ് കാണിച്ചത്, അവൻ ചേട്ടൻ TV കണ്ടെന്ന് പറഞ്ഞിട്ട് ശരി. അപ്പോൾ അവർക്ക് ഈ ഞാനിപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അമ്മ ഒരു കാര്യം അവന് 2 പൊറോട്ടയും ഇച്ചിരി ഇറച്ചിയും മേടിച്ച് കൊടുക്കുന്ന പിണക്കം മാറ്റും. പുള്ളിക്കാരൻ ആ സൈക്കിൾ എടുത്തുകൊണ്ട് പോയി കടയിൽ നിന്ന് 2 പൊറോട്ടയും ഇറച്ചിയും മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വാതിൽ തട്ടിയിട്ട് വായ തുറക്കുന്നില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കണ വെച്ച ചവിട്ടി പിടിച്ച് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഷാളയിൽ തൂങ്ങി ജനലിൽ തൂങ്ങിയിട്ട് ഈ കാല് താഴത്തേക്ക് ഇങ്ങനെ ഊന്നി നിൽക്കുക, ഊർന്നു പോയിട്ട്. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു സംഭവമാണിത്. കാര്യം ഈ പെട്ടെന്നുള്ള എടുത്തിയാട്ടെ അത് വളരെ തന്മയമായിട്ട് ഞാൻ ആ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ TV എടാ നീറ്റൊക്കെ കാർട്ടൂൺ കാണാൻ ഞാൻ ഇച്ചിരി നേരം TV കാണട്ടാ, നീ അന്നേരത്തേക്ക് ഇരുന്ന് പോയി ഇന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ കാര്യം. അതിന് ആ അച്ഛൻ കയറി പറഞ്ഞപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഷോക്കായി. അതും ഞാൻ ആ സ്പോട്ടിൽ പോയി ഇത് ഇൻക്വസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയണത്. അതും എൻ്റെ മനസ്സിൽ നിന്ന് അതും ഒരു കൊച്ചു പയ്യൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതന്നെ ഇതുപോലെയുള്ള ഒക്കെ നമുക്ക് ഈ ചില കുട്ടികളുടെയൊക്കെ മരണമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കൂടുതൽ ബക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബക്കറ്റിലേക്ക് കമന്ന് വീണിട്ട് കുട്ടി മരണപ്പെട്ടിട്ട് അതിനൊക്കെ ഇൻക്വസ്റ്റ് ചെയ്യണം. എത്ര കൊച്ചാണെങ്കിലും പോസ്റ്റ്മോർട്ടം മസ്റ്റാണ്. അപ്പോൾ അതൊക്കെ പോകുമ്പോൾ നമ്മുടെ മാനസികമായിട്ട് പ്രയാസം ഉള്ള ഒരുപാട് കേസ് കിട്ടുന്നുണ്ട്. മനസ്സിൽ നിന്ന് തങ്ങി നിൽക്കുന്നത്, വേദന തട്ടുന്നതും. ഈ കൂടുതലും ഈ ട്രെയിൻ തട്ടി നേരത്തെ പറഞ്ഞില്ല, ട്രെയിൻ തട്ടി മരണത്തിന് ഈ പുതിയ ഈ ഇതിൽ തന്നെ ഫോട്ടോഗ്രാഫർമാർ വന്നിട്ടുണ്ട് ചില ഇൻക്വസ്റ്റിനൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട്. ഈ ട്രെയിൻ തട്ടി മരിക്കണതിനൊന്നും അവർ പോകത്തില്ല. ഈ ചീഞ്ഞ ബോഡി അഴിഞ്ഞ് പുഴു അഴിച്ച ബോഡി എടുക്കാൻ ഫോട്ടോ എടുക്കാനൊന്നും അവർ പോകത്തില്ല. അത് ഞാൻ തന്നെ പോകും. ഭയങ്കര അതെ പുഴരിച്ച് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, പുഴു അരിക്കണതും ആദ്യമേ അരിക്കണത് ഈ വളരെ സോഫ്റ്റായിട്ടുള്ള ഭാഗത്താണ് പുഴു അരിക്കണത്. കണ്ണ്, മൂക്ക്, വായ,
വളരെ സോഫ്റ്റായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ആദ്യം. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും സോഫ്റ്റായിട്ടുള്ള ഭാഗത്താണ് പുഴു ആദ്യം മരിക്കുന്നത്, ഈ അഴുകണത്. അതാണ് എൻ്റെ. ഇപ്പോൾ കുറേയധികം ഇങ്ങനത്തെ വ്യത്യസ്തപരമായിട്ട് ഓരോ മരണത്തിനും ഒരു പ്രത്യേകതയുണ്ടല്ലേ? ഓരോ മരണത്തിനും ഒരു പ്രത്യേകതയുണ്ട്. നമുക്കത് പറഞ്ഞറിയിക്കാനാകാത്ത ഒരുപാട്, നമുക്ക് മനസ്സിൽ നിന്ന് തട്ടാൻ വേദന തട്ടുന്ന ഒരുപാട് ഇതുണ്ട്. അതായത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് കേസുകളുണ്ട്. നമുക്കിതിനകത്ത് പറയാൻ പാടില്ലാത്ത പല കേസുകളുമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, മരണപ്പെട്ട് കഴിയുമ്പോൾ ആ സ്പോട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ചില സാധനങ്ങൾ കിട്ടും, എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, അത് വെളിപ്പെടുത്താൻ തയ്യാറില്ല. അങ്ങനത്തെ ഉള്ള കേസുകളുണ്ട്. ഇപ്പോൾ അങ്ങനെ മനസ്സിൽ തട്ടി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ അത് ഓൾറെഡി ഉണ്ടാവുമല്ലോ. ഞാൻ അവിടെ പോയി, ആ കേസിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് മൈൻഡിൽ നിന്ന് പോവാൻ കുറച്ച് സമയമെടുക്കും. അവരുടെ വീട്ടുകാർ, അച്ഛനും അമ്മയും അവരുടെ ബന്ധുക്കളെയൊക്കെ കണ്ടല്ലേ, ഞാൻ പലരെയും ഇതിന് ശേഷവും അഭിമുഖീകരിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ പല കേസ് കേട്ടില്ലേ. എന്നാലും ഞാൻ അവരിക്കലൊന്നും ഇത് ഷെയർ ചെയ്യാറില്ല, പറയാറില്ല. എന്നാലും എൻ്റെ ഉള്ളിൽ കിടക്കും എന്നെ പറയാനില്ല. ഇതങ്ങനെ ഉള്ള കാര്യമാണ്. പിന്നെ നമുക്ക് വേറൊരു ഇതിനകത്ത് ഇപ്പം ഒരു തീപിടുത്തം, ഞാൻ കൂട്ടത്തിൽ ഒരു ഇൻക്വസ്റ്റിന് ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ തീപിടുത്തം ഉണ്ടായാലും എല്ലാണെങ്കിലും അതിനും പോയി ഫോട്ടോ എടുക്കാറുണ്ട്. ആ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ആ ഇതായിട്ട് പറയണമല്ല, ആ എങ്ങനെയാണ് ആ തീപിടുത്തം ഉണ്ടായത്, എവിടെ നിന്നാണെന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അത് കിട്ടും. ആ സ്പോട്ടിലേക്ക് എന്നെ കൊണ്ടുവരും, ഞാൻ പോയി കാണാറുണ്ട്. ഇതുപോലെ അത് ഞാൻ ഷെയർ ചെയ്യാറില്ല. ഇതിനകത്തുനിന്ന് വേറൊരു വശത്തേക്ക് ഞാൻ കൊണ്ടുവരും. ഈ കത്തിയ ബോഡിയുള്ള സ്ഥലത്തൊക്കെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയിരിക്കത്തില്ലേ? ഈ തീപിടുത്തം ഉണ്ടായ സൈഡിൽ അപ്പൊ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയിരിക്കത്തില്ലേ അവിടെ? ആ അന്തരീക്ഷം ആയിരിക്കത്തില്ലേ അവിടെ? ആ ഒരു കത്തിയ ശരീരം മറ്റേ നമ്മളെ ഈ പറഞ്ഞ ഒരു ബോഡി ഇപ്പം അടുത്തിടയ്ക്ക് എൻ്റെ 2-3 പോയി എടുത്തിട്ടുണ്ട്. മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിൻ്റെയൊക്കെ പോയി ഇൻക്വസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഒരു കേസ് പറയാമല്ലോ. ഇപ്പം ചേർത്ത തന്നെ ഭാര്യയും ഭർത്താവായിട്ട് പിണങ്ങിയിട്ട് ഭാര്യ ഈ ചേർത്തല ആശുപത്രിയുടെ തെക്കുവശത്തൊരു ഇടവഴി കൂടെ സ്കൂട്ടറിൽ വരുമ്പോൾ ഭർത്താവ് വേറെ വണ്ടി വന്നിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് മരണപ്പെട്ടു. അതിൻ്റെ ഇൻക്വസ്റ്റ് പോയത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ മൊത്തം കത്തിയിട്ട് പറഞ്ഞ പോലെ ഒരു മുടിയൊക്കെ അത് മുട്ട അടിച്ച അതുപോലെ കണ്ണിൻ്റെ ഭാവവും ഈ ചുണ്ടിൻ്റെ ഭാവം മാത്രം ഇങ്ങനെ കരിയാതെ, ബാക്കിയെല്ലാം കയ്യിൽ മറ്റേ സ്വർണം ചെയിനുണ്ടല്ലോ, അത് വെള്ളി കളറാണ് നിൽക്കണം. സ്വർണത്തിൻ്റെ വളയാണ്, വെള്ളി കളറായ അതിന് മൊത്തം കത്തിപ്പോയി. അതും ഈ പറഞ്ഞല്ല, അതിന് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഈ ബോഡി കരിഞ്ഞൊരു മണമുണ്ടല്ലോ, ആ മണം നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാലും എത്ര കുളിച്ചാലും മറ്റേ ഇതിനും പോകത്തില്ല, അതിങ്ങനെ കിടക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ എന്താ പറയണ, ഈ ബോഡി കരിഞ്ഞ് കാണാനൊക്കെ കഴിയും. ഇപ്പം രാത്രിയിലൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ സ്പോട്ടിൽ തന്നെ അന്നേരം തന്നെ ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ബോഡി മറ്റേ മോർച്ചറിയിലേക്ക് മാറ്റുള്ളൂ. കിടക്കുന്ന പൊസിഷൻ, ആ പരിസരത്തുള്ള എന്തൊക്കെയാണ് ബാക്കി ഉള്ളത് അതെല്ലാം. എലിക എന്ന് പറയും, വീടിനകത്തുള്ള എലിക അതിനകത്തുള്ള എന്തൊക്കെയാണ് ഇപ്പോൾ ബോഡി കത്തിക്കിടക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ എന്തൊക്കെ ഇരിക്കുന്നു, TV, ഫ്രിഡ്ജ് അല്ലെങ്കിൽ വേറെ വാഷിംഗ് മെഷീൻ, മറ്റേ ആ സൈഡിലൊക്കെ ഉള്ള എന്തും എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ആദ്യം പറഞ്ഞൊരു കേസല്ലേ മറ്റേ കുട്ടികള് അങ്ങനെ, അപ്പൊ ആ കുട്ടികൾ എന്താണ് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ അതേപോലെ വേറെ എന്തെങ്കിലും കേസിൽ പിന്നീട് അവരുടെ കുടുംബത്തിന് എന്തായിട്ടുണ്ടാവും, അങ്ങനെ ചിന്തിച്ചിട്ടുള്ളത് ഏതാ?
ഇതുപോലെ ഉള്ള അതേപോലെ ഇപ്പൊ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ അവര് അത്രയും അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണം കഴിക്കുന്ന അതിപ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലെ എന്നോട് പറഞ്ഞതുപോലെ ആ കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതേപോലെ മറ്റേതെങ്കിലും കേസിൽ ഇതേപോലെ ഇനിയിപ്പോ ഇപ്പോൾ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ട് ഇനിയിപ്പോൾ അവർക്ക് എന്തായിട്ടുണ്ടാവാം, ഭാവിയിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അങ്ങനെ അത് ഒരുപാട് ഉണ്ടല്ലോ. ഒരുപാട് ഇപ്പോൾ മറ്റേ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടായിട്ട് രണ്ടുപേരും വിഷം അടിച്ച് 2 പിള്ളേർ അങ്ങനെയുള്ള കേസ് കെട്ടുകളുണ്ട്. പക്ഷേ ഈ മറ്റേ ഞാൻ നേരത്തെ തിരുവോണത്തിൻ്റെ അന്നത്തുള്ളത് കഴിഞ്ഞാൽ അതൊരു മാനസികമായിട്ട് ഇതിനേൽ പൊരുത്തപ്പെടാത്തൊരു കേസാണ്. കാര്യം ഭർത്താവിൻ്റെ വീട്ടുകാർക്കും വേണ്ട ബോഡി, ഭാര്യയുടെ വീട്ടുകാർക്കും വേണ്ട. ഈ അമ്മയും ആ 3 പിള്ളേർ, പിഞ്ചു പിള്ളേർ, അതായത് മിടുക്കി പിള്ളേർ, അവരുടെ അവസ്ഥ ഇന്നും അത് ഓർക്കുമ്പോൾ എനിക്ക് പ്രയാസമാണ്. കാരണം അവരെങ്ങനെ ജീവിക്കും, എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് ആ DYSP മധുവല്ല നവാസാറാണ്. സാറിന് ഒരു അലിവ് തോന്നി. അവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അമ്മൂസേ, അവർ ചോറ് മേടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പൈസ തന്നിട്ട് ഞാൻ മേടിച്ചു. ആ ചോറ് കഴിക്കുന്ന ആ രംഗം ഉണ്ടല്ലോ, കഴിഞ്ഞാൽ മോർച്ചറിയുടെ വരാന്തയിൽ അഴുക്ക് ചാനൽ, അന്നും ഒരു ചെറിയ മഴയുണ്ട്. കഴിഞ്ഞാൽ ആ തിണ്ണയിലൊക്കെ വളരെ പഞ്ഞിയും മറ്റേ ഇതിൻ്റെ ഈ മോർച്ചറിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു വരാന്തയാണ്. അവിടെ ഒന്നും നോക്കാതെ അവിടെ ഇരുന്ന് ആർത്തിയോട് ആ ഭക്ഷണം കഴിക്കുന്ന സീൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഇത്രയും നേരം ഒരു 40 വർഷത്തെ കുറേയധികം സ്റ്റോറീസ് എന്നോട് പറഞ്ഞു. പല ഇൻസിഡൻറ്റിനകത്തിൽ ഞാനതിൽ യാത്ര ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല അനുഭവങ്ങളിലാണെങ്കിലും ഓരോ മരണവും മുഖാമുഖം കണ്ട പോലൊക്കെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്രയും നേരം ഒരു 40 വർഷത്തെ ആലപ്പുഴ ജില്ലയിലെ ഇൻക്വസ്റ്റിക് പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ആയ ഒരു ജീവിതമാണ് ഇപ്പോൾ നമ്മളോട് ഷെയർ ചെയ്തത്. വളരെയധികം നന്ദി. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്തിൽ ഒരുപാട് പാഠങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തന്നു. നമുക്ക് ഈ മരണങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, അതേപോലെ തന്നെ ഒരു തൊഴിലാണ്, ഇതിന് പേയ്മെൻറ്റ് കിട്ടുന്നതാണ്, എന്നിട്ട് പോലും ഇനി ഒരു മരണം ഇങ്ങനെ ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതി. വളരെയധികം നന്ദി ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. ഓക്കെ, സന്തോഷം.